നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ് ഗാർഡിയോളക്ക് ബാൻ ഇട്ടിരിക്കുന്നു. 2 മത്സരങ്ങളിൽ അദ്ദേഹം ടച്ച് ലൈനിൽ ഉണ്ടാവില്ല, കളിക്കളത്തിന് പുറത്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇന്നലെ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ 3-1 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറിയിരുന്നു. ആ കളിയിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 യെല്ലോ കാർഡുകൾ കിട്ടി ഈ സീസണിൽ. 6th യെല്ലോ കാർഡ് ഓഫ് ദി സീസൺ. അതിൻ്റെ റിസൾട്ടാണ് ഈ 2 മാച്ച് ടച്ച് ലൈൻ ബാൻ. 2 മത്സരത്തിന് അദ്ദേഹം കളിക്കളത്തിന് പുറത്തായിരിക്കും. അപ്പോൾ അടുത്ത മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമാണ്. അത് സാന്റിയാഗോ ബെർണാബുവിലാണ്. ആ കളിയിൽ അദ്ദേഹത്തിന് വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇംഗ്ലീഷ് എഫ്എയുടെ മത്സരങ്ങളിലെ വിലക്കുള്ളൂ, യുവേഫയുടെ മത്സരങ്ങളിലല്ല. അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് സസ്പെൻഷന് കർബാവോ കപ്പ് ഫൈനലിന് അപ്ലിക്കബിൾ അല്ല. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. സോ പ്രീമിയർ ലീഗ് മത്സരം, വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരം, പിന്നെ FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ ചെൽസിക്കെതിരെയുള്ള പ്രീമിയർ ലീഗ് മത്സരം, അത് FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിരിക്കും. ഓപ്പണൻ്റ് ആരാണ് എന്നുള്ളത് കൺഫേം ചെയ്യപ്പെടേണ്ടതുമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് 2 മത്സരങ്ങളിലെ വിലക്കുണ്ടാവുക. ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പെപ് ഗാർഡിയോളക്ക് ചെൽസിക്കെതിരെയും വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരങ്ങളിൽ വിലക്കുണ്ടാകും എന്നാണ്. ഏതായാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തത കാര്യത്തിൽ വരേണ്ടതുണ്ട്. പെപ്പ് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കെതിരെ മനഃപൂർവ്വം തന്ന പോലെയാണ്. കാരണം ഡോക്കുവിന് നേരെ അവിടെ ക്ലിയർ ഫൗൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ യെല്ലോ കാർഡിന് വേണ്ടി ആവശ്യപ്പെടുകയല്ലായിരുന്നു, ഞാൻ ഫൗളിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ടീമിനെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഞാൻ ഡിഫെൻഡ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പെപ് ഗാർഡിയോള എടുത്തു പറയുന്നുണ്ട്. ഏതായാലും പെപ്പ് 2 മത്സരങ്ങൾക്ക് ടച്ച് ലൈനിന് പുറത്തായിരിക്കും എന്നുള്ളത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. പ്രീമിയർ ലീഗിൽ അവർ നല്ല രൂപത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 2ാം സ്ഥാനത്താണുള്ളത്, 29 കളി 60 പോയിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെപ്പിനെ 2 മത്സരങ്ങളിൽ ടച്ച് ലൈനിൽ അവർക്ക് മിസ് ചെയ്യും. എന്നാലും സിറ്റി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ എർലിംഗ് ഹാലൻഡിനെയൊക്കെ കളിപ്പിക്കാതിരുന്നത്. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കുക, അടുത്ത കളിയിൽ പൂർണ്ണ സജ്ജനായിട്ട് ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.